CPM സംസ്ഥാന കമ്മിറ്റിയിലെ വിമർശന വാർത്ത തള്ളാതെ പി ജയരാജൻ. വിമർശനവും സ്വയം വിമർശനവും പാർട്ടി രീതിയാണെന്ന് പി ജയരാജൻ. FB പോസ്റ്റിലായിരുന്നു പ്രതികരണം. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും എതിരായ വിമർശനങ്ങളിലാണ് വിശദീകരണം. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, വളരെ കൃത്യമായി പി ജയരാജൻ 41 മിനിറ്റ് മുമ്പ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, വിമർശനവും സ്വയം വിമർശനവും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇല്ലാത്തതും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളതുമായ ഒരു സവിശേഷതയാണ്. അതായത് ഈ വാർത്തകൾ വളരെ കൃത്യമായി ശരിവെച്ചുകൊണ്ട് തന്നെയാണ് പി ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിരിക്കുന്നത്. ടിൻഡു, വിവരങ്ങൾ. തീർച്ചയായിട്ടും നീലിമ, കഴിഞ്ഞ ആഴ്ചയിലാണ് CPM സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് പ്രധാനപ്പെട്ട 2 വാർത്തകൾ പുറത്തു വരുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനം, സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം. അതായത് ഈ MR അജിത്കുമാറിനെ സംരക്ഷിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ സർക്കാരിന് രൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടായിരുന്നു. ഈ 2 വിമർശനങ്ങളും തള്ളാതെ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരാമർശം സംസ്ഥാന സമിതിയിൽ ഉണ്ടായിരുന്നു എന്ന് ഉറപ്പിക്കുന്നൊരു പോസ്റ്റ് കൂടിയാണ് ഒരുപക്ഷെ പി ജയരാജന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. വിമർശനവും സ്വയം വിമർശനവും പാർട്ടി രീതിയാണെന്നാണ് പി ജയരാജൻ പറയുന്നത്. മുഖ്യമന്ത്രിക്കും പാർട്ടി സെക്രട്ടറിക്കും എതിരായിട്ടുള്ള വിമർശനങ്ങളിൽ വിശദീകരണം, അത് നമുക്ക് പോസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഇതൊരു വിശദീകരണമാണ്. അന്ന് സംസ്ഥാന സമിതി നടന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ പുറത്ത് മാധ്യമങ്ങൾ വാർത്തയാക്കുകയും ആ സംഭവത്തിൽ ഇപ്പോൾ ഒരു വിശദീകരണം നൽകുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ പോസ്റ്റ് വായിക്കുമ്പോൾ മനസ്സിലാകും. മറ്റു പാർട്ടിക്കില്ലാത്ത സവിശേഷത CPM-നുണ്ട്. പാർട്ടി കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ച വാർത്ത കണ്ടിരുന്നു. പാർട്ടിയെയും LDF-നെ തകർക്കുക എന്ന ലക്ഷ്യമാണ് മാധ്യമങ്ങൾക്കുള്ളത്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ശക്തമായിട്ട് നേതൃത്വമാണ് നൽകുന്നത്. അതിനെതിരെ വിമർശിക്കുകയും സ്വയം വിമർശനങ്ങളും, അല്ലെങ്കിൽ പാർട്ടിയെ സ്വയം വിമർശിക്കുകയും പാർട്ടിയിലെ അംഗങ്ങളെ വിമർശിക്കുകയും ചെയ്യാമെന്നാണ് ഒരുപക്ഷെ പി ജയരാജന്റെ ഭാഗത്തു നിന്നും ഒരു വിശദീകരണം വന്നിട്ടുള്ളത്. അതോടൊപ്പം തന്നെ തെറ്റായ വാർത്തകൾ നൽകുന്ന മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നതും പി ജയരാജൻ പറഞ്ഞിരിക്കുന്നു. ഇത്തരത്തിൽ CPM സംസ്ഥാന സമിതിയിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായില്ല എങ്കിൽ, അത്തരത്തിലൊരു വിമർശനം ഉണ്ടായില്ലെങ്കിൽ എന്തുകൊണ്ടാണ് പി ജയരാജൻ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടത് എന്ന് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അപ്പോൾ മാത്രമല്ല പ്രശ്നം, വളരെ കൃത്യമായ സ്വയം വിമർശനവും ഒക്കെ പാർട്ടി CPM-നകത്ത് നടക്കുന്ന പതിവ് രീതിയാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അത് ഈ ആരോപണങ്ങൾ, ഈ വിമർശനങ്ങളെല്ലാം അദ്ദേഹം ശരിവെക്കുന്നു. പക്ഷേ ആ സമയത്ത് തന്നെയാണ് ഇത്തരം വാർത്താ നിർമ്മിതിക്കെതിരായി നിയമ നടപടി കൈക്കൊള്ളാൻ തീരുമാനിച്ചു എന്നുള്ള വിവരം കൂടി ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവെക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പി ജയരാജൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും നീലിമ, നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് ഈ പോസ്റ്റിൽ നിന്ന് വ്യക്തമാകുന്നത് അത്തരത്തിലൊരു പരാമർശം അവിടെ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും സർക്കാരിനെയും പാർട്ടി സെക്രട്ടറിയെയും ഒക്കെ ഇത്തരത്തിൽ വിമർശിക്കുന്നൊരു ഘട്ടം ആ CPM സംസ്ഥാന സമിതിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാർത്ത പുറത്തു പോയതിലാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നതിലാണ് മാധ്യമങ്ങൾക്കെതിരെ ഇത്തരത്തിൽ നടപടി സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് അദ്ദേഹം പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. പക്ഷേ ആ പോസ്റ്റിൻ്റെ അടിയിൽ വരുന്ന കമൻസ് ഒക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്, ഇത്തരത്തിൽ ആ സംഭവം നടന്നിട്ടില്ല എങ്കിൽ പി ജയരാജന് കേസിന് പോകാൻ ധൈര്യമുണ്ടോ എന്ന തരത്തിലുള്ള കമന്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ വിമർശനങ്ങൾ പാർട്ടി സെക്രട്ടറിക്കെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ നടന്നിട്ടുണ്ട്. ആ വിമർശനങ്ങൾ ഉന്നയിച്ചത് പി ജയരാജനാണ് എന്നൊരു പറയാതെ പറയുന്നൊരു സംഭവമാണ് ഒരുപക്ഷെ ഈ പോസ്റ്റിലുടനീളം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് CPM ഉണ്ടായിട്ടുള്ള വലിയ തോൽവി പാർട്ടി സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് പല ഘട്ടങ്ങളിലും നമ്മൾ പറഞ്ഞതാണ്. ഇത് തന്നെയാണെന്ന് ചേർന്ന് CPM സംസ്ഥാന സമിതിയിലും പറഞ്ഞത്. സർക്കാരിന് അൻവറിനെ നിലക്കി നിർത്താനായിട്ടില്ല. സർക്കാർ അപ്പോഴും സംരക്ഷിച്ചത് ADGP MR അജിത്കുമാറിനെ ആയിരുന്നു. അൻവറിനെ ഇടത് പാളയത്തിലെ അൻവറിന്റെ പ്രാധാന്യം ഇല്ലായ്മ ഒരുപക്ഷെ ജനങ്ങളെ ബോധിപ്പിക്കാൻ കഴിയില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ ഈ ശില്പശാലയിലും CPM സംസ്ഥാന സമിതിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ വിമർശനങ്ങളാണ് ഇപ്പോൾ അത്തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടായി എന്ന് ശരിവെക്കുന്ന തരത്തിലുള്ള പോസ്റ്റാണ് ഈ ഘട്ടത്തിൽ പി ജയരാജന്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. അതിൽ നിയമ നടപടിക്ക് CPM സംസ്ഥാന കമ്മിറ്റി പോകുമെന്ന് പറയുമ്പോൾ അത് ഇത് ഇങ്ങനെ ശരിവെച്ചു വരുന്നൊരു ഘട്ടത്തിൽ എങ്ങനെയാണ് അത്തരത്തിലൊരു നിയമ നടപടിക്ക് പോകുന്നത് എന്ന കാര്യമാണ് ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഇത്തരത്തിൽ പരാമർശങ്ങൾ നടന്നിട്ടുണ്ട്, വിമർശനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന ആ ഒരു വരി നമുക്ക് വായിച്ചെടുക്കാം. സ്വയം വിമർശിക്കുന്നതും പാർട്ടിയുടെ പതിവ് രീതിയാണെന്നാണ് പി ജയരാജൻ കുറിച്ചു വെക്കുന്നത്. നീലിമ, യെസ്, വിമർശനവും സ്വയം വിമർശനവും പാർട്ടിയുടെ സവിശേഷതയാണെങ്കിൽ പിന്നെ എന്തിനാ കേസ് കൊടുക്കുന്നത് എന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയരുന്നത് പി ജയരാജന് നേർക്ക്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ടിൻഡു പങ്കുവച്ചത്.